പ്രൈസ് ദി ലോർഡ്. അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വചനഭാഗം, വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവിനെന്ന് പറഞ്ഞു. അപ്പസ്തോലനായ പത്രോസ് പരിശുദ്ധാത്മാവിലൂടെ ദൈവീക വെളിപ്പാടിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകുമ്പോൾ 39-ാമത്തെ വചനഭാഗം, വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കുമായിട്ടാണ് ദൈവം ഇത് തന്നത്. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം വാഗ്ദാനം ചെയ്തതാണ് നമുക്ക് തന്നിരിക്കുന്നത്. തരാം മകനെ, മകളെ, നിനക്ക് ഞാൻ ഇത് തരാം. നമുക്ക് ഇതൊന്ന് പ്രാപിക്കണ്ടേ? ഈ ദൈവകൃപയിലേക്ക് ഒന്ന് അടുക്കണ്ടേ? നമ്മുടേതായ അറിവിന്റെ തലത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ? നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുമോ? നമ്മുടെ സമ്പത്തിന്റെ തലത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ? ഈ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാട് വെച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടിയല്ല പ്രിയമുള്ളവരെ. ശുദ്ധശൂന്യമായ ഒരു ഹൃദയത്തോടു കൂടെ ത്രിത്വത്തിന്റെ തലത്തിൽ, ആത്മമണ്ഡലത്തിൽ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ കൃപ, വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾക്കും സമീപസ്ഥായിരിക്കുന്ന നമുക്കും ഒരുപോലെ ഈ ദൈവകൃപയുടെ ആഴത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് ഇടയാക്കും. അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. തുറന്ന മനസ്സോടെ, യേശുവേ, എന്നെയും എൻ്റെ ഭവനത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില രോഗത്തിന്റെ ഭാരം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും വരുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമവും പ്രാർത്ഥനയും ഉണ്ടാകും. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആർക്കെങ്കിലും ഒരു രോഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ അതെന്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നമുക്ക്? അപ്പോൾ ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന്. അവൻ വചനം ആത്മാവായി ജീവനായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്തമാണ് നമ്മുടെ ഉള്ളിൽ നിറവേറുവാൻ ദൈവം ഇടയാക്കുന്നത്. ഇത് പ്രിയമുള്ളവരെ, തലമുറയായി ഈ ദൈവീക വെളിപ്പാട് നമുക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ നിമിഷം കഴിയുമെങ്കിൽ ഇപ്പൊ ദൈവം നമ്മുടെ അടുക്കൽ കടന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകും. യേശു അന്ധന്റെ അന്ധതയും മാറ്റുവാൻ വേണ്ടി യേശുവിനെ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്നുള്ള വിളി, ആ വിളിക്ക് കൊടുത്ത ഉത്തരം, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? അപ്പോൾ അവൻ പറയാണ്, അവൻ അന്ധനാണെന്ന് അറിയാവുന്ന ഒരാൾ യേശുവാണ്. ആരാണ് ഏറ്റു പറയുന്നത്? കർത്താവെ, എനിക്ക് ഇന്നത് തരണം, എന്നെ സുഖപ്പെടുത്തണം, എന്നെ അനുഗ്രഹിക്കണം,
ഞാൻ സാമ്പത്തികമായ ഭയങ്കര ഭാരത്തിലാണ്, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്, എൻ്റെ അധ്വാനത്തിൻ്റെ അവസ്ഥ കൊണ്ട് ഒരിക്കലും എൻ്റെ കടഭാരങ്ങൾ മാറാത്ത വിധത്തിലേക്ക് ഞാൻ വേദനിക്കുകയാണ്. യേശു പറയെ, എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഞാൻ വചനപ്രകാരം പറയുന്ന ദൈവിക ദൂതായത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് തരും. പ്രിയമുള്ളവർ, വചനം പറയുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തും ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന്. ഇത് നമുക്കുള്ളതാണേ, മക്കളായി നമുക്കുള്ളതാ. ഈ ദൈവിക വാഗ്ദാനം ഉണ്ടല്ലോ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണെന്നേ. ഒരു നിമിഷം നമുക്ക് ഇന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശക്തി, നിന്റെ അഭിഷേകം, നിന്റെ വാഗ്ദാനം ഞങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇതാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാ പ്രാർത്ഥിക്കുന്നത്. നീ ഇടപെടുന്ന ദൈവമാ കർത്താവേ, അത്ഭുതകരമായി നീ പ്രവർത്തിക്കുന്ന ദൈവമാ കർത്താവേ. നിന്റെ വചനത്തിന് ജീവനുള്ളത് കൊണ്ട് ജീവനുള്ള വചനത്തിന്റെ ശക്തി ഈ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലേക്കും കടന്നു വരണം കർത്താവേ. ഇപ്പൊ തന്നെ വിടുവിക്കുവാനും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ദൈവകൃപയുടെ ഒരു അനുഭവം ഇവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.